ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടോക്ക് ഫ്രം യൂണിവേഴ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, എനിക്ക് ചെറിയ ത്രോട്ട് പെയിൻ ഉണ്ടായിട്ടോ. സോ എൻ്റെ സൗണ്ട് എത്രത്തോളം ക്ലാരിറ്റിയോടെ കിട്ടുന്നുണ്ട്, എത്രത്തോളം ഉറച്ച് കിട്ടുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. സോറി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിലവിൽ പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, അവർ ഏതൊരു സിറ്റുവേഷനിലാണോ ഇപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നം എന്താണോ അതാണ് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ 1-2 ദിവസത്തെ റീഡിങ്ങിൽ. ആ ഒരു പേഴ്സൺ അവരുടെ ഒരു എന്താ പറയുക, അവർ കുറ്റബോധം അല്ലെങ്കിൽ ഒരു നഷ്ടം ഒക്കെ ഉണ്ട് അവർക്ക്. അവരതൊക്കെ മനസ്സിലാക്കി, അവരതൊക്കെ റിയലൈസ് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പോലും അവർ ചിന്തിക്കുന്നുണ്ട്. കരിയർ വൈസ് ആയിട്ടാണെങ്കിലും ഫിനാൻഷ്യൽ വൈസ് ആയിട്ടാണെങ്കിലും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ഇന്നും എനിക്ക് കിട്ടിയിരിക്കുന്ന എനർജി സ്പ്രെഡ്സ് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിലിപ്പോൾ പറയുന്ന ഒരു കാര്യം, ഈ ഒരു പേഴ്സണ് വരണം എന്ന് അതിഭയങ്കരമായ ആഗ്രഹമുണ്ട്. അവരതിനു വേണ്ടി നിൽക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ റീഡിങ്ങിലും. പക്ഷെ അവർക്ക് എന്താ പറയുക, അവരുടെ മനസ്സിലൊരു ചാഞ്ചാട്ടം എന്ന് തന്നെ പറയാൻ പറ്റില്ല. അവർക്കൊരു പേടിയും ഭയവും ഒക്കെ ഉണ്ട്. മേ ബി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ലേ? സോ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് അവർ വരുന്നത്. ഓക്കെ, നിങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ലേഡി ആയിക്കോട്ടെ, ഒരു മെയിൽ ഓർ ഫീമെയിൽ ആരാണ് ഇപ്പോൾ ഇത് കാണുന്നെങ്കിൽ പോലും, നിങ്ങളിപ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക പവറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നു, മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുകയാണെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത്, ഇപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും അത് പറഞ്ഞ് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്ത് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വച്ചിട്ട് നിങ്ങൾ ഇത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ടും ഡേ ബൈ ഡേ കഴിയുന്നതോറും നിങ്ങളായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അത്രയ്ക്ക് വാല്യൂ അവരുടെ മനസ്സിലുണ്ട്. സോ അവരിപ്പോൾ ആലോചിക്കുകയാണ്, പഴയതുപോലെയല്ല, ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ട്, കുറേ കാര്യങ്ങളിലൊക്കെ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ട്, എന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അവരുടെ മനസ്സിൽ അവർക്കൊരു പേടി, നിരാശ, ഭയം ഒക്കെ അതിഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അവരിൽ തന്നെ സ്ട്രെങ്ത്തൊക്കെ അക്യൂർ ചെയ്യാൻ ശ്രമിച്ചാലും അവർക്കത് പറ്റാത്ത ഒരു അവസ്ഥയിൽ അവർക്ക് രാത്രി എന്താ പറയുക, ഭയങ്കര നിരാശയോടെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നത്, ചിലവർക്ക് ഉറക്കമില്ലാത്ത സിറ്റുവേഷൻ, ഒന്ന് ഉറങ്ങിയാൽ പോലും അപ്പോഴപ്പോഴായിട്ടൊന്ന് ഉറക്കം എഴുന്നേൽക്കുക, ഇത് തന്നെയാണ് അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത്. കാരണം എന്ത് കാരണം കൊണ്ട് വിട്ടിട്ട് പോയതായാലും എങ്ങനെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ഇതുപോലൊരാളെ കിട്ടത്തില്ല. ഇത് എങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഫാമിലി ലൈഫ് വൺസ് സെറ്റിൽ ആയാലും എൻ്റെ ഫാമിലി ലൈഫ് ഒരിക്കലും മുന്നോട്ട് പോകില്ല. കാരണം ഞാനെന്ന് പറയുന്ന ഒരാളെ കൺട്രോൾ ചെയ്യാനും ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനും എന്തും തന്നെ ആയിക്കോട്ടെ, ഇത്രയും ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു വ്യക്തി വേറെ ഇല്ല. സോ എനിക്ക് നല്ലൊരു ഫാമിലി ലൈഫ് വേണമെങ്കിൽ ഈ ഒരു വ്യക്തി എൻ്റെ കൂടെ കൂടിയേ തീരൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ സെയിം ടൈം അവർക്ക് വരണം എന്നുണ്ട്, അവർക്ക് വരാനുള്ള ഒരു ഭയമുണ്ട്. വളരെ നല്ലൊരു ഭയം അവർക്കുള്ളിൽ കാണുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് ശക്തിയായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ അവരിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് തടസ്സം നേരിടുന്നുണ്ട്. അതായത് അവരിപ്പോൾ കരിയർ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ സൈഡായിട്ട് നോക്കുന്നുണ്ട്. ലൈഫ് കുറച്ചും കൂടെ ബിൽഡായി പോകാനുണ്ടെങ്കിൽ ഒരുപാട് തടസ്സം കാണുന്നുണ്ട്. കാരണം അവിടെ മനസ്സ് മൊത്തത്തിലൊരു എന്താ പറയുക, നിങ്ങളും പോയി, നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ കാര്യവും സൈഡിൽ സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കരിയറും ഒന്ന് സെറ്റ് ആവുന്നില്ല, ഫിനാൻഷ്യൽ വൈസും ചിലർക്ക് കരിയർ ഉണ്ടെങ്കിൽ പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. സോ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു സംഘർഷമൊക്കെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ അവർക്ക് എവിടേക്കോ കുറച്ച് ആൾക്കാർക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നായാലും കുറച്ച് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്ന് നല്ലൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. കാശുപരമാവട്ടെ, വാക്ക് തർക്കമാവട്ടെ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുമായിട്ട്, മേ ബി അത് റിലേറ്റീവ്സ് ആയിരിക്കാം, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം, അവർക്ക് അങ്ങനെയുള്ള കുറച്ച് അടി കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. അതെന്താണെന്ന് ശരിക്കും എനിക്കറിയത്തില്ല. പക്ഷെ അവർ പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്ന്, അവരൊട്ടും മനസ്സിൽ പോലും വിചാരിക്കാത്ത ആൾക്കാരിൽ നിന്ന് കുറച്ച് ബാക്ക് സ്റ്റാബിങ് കിട്ടിയതായിട്ട് ഇവിടെ
എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം കൊണ്ടും ഒരു നിരാശ എന്നുള്ളൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമില്ല, ജോലിയില്ല, ബാക്ക് സ്റ്റാബിങ്ങും കിട്ടി, എവിടെ എന്താണ് ശരി എന്ന് വിചാരിച്ചത് അതൊന്നും ശരിയല്ല, തെറ്റിലേക്കാണല്ലോ ഞാൻ ഇത്രയും കാലം പൊയ്ക്കൊണ്ട് നിന്നത് എന്നൊരു റിയലൈസേഷൻ ഒക്കെ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോയതോടെ അവരുടെ എല്ലാ ഹാപ്പിനെസ് പോയി. അവർ പോലും അറിയാതെ അവർക്ക് അതിനുള്ള കർമ്മഫലം തിരിച്ചു കിട്ടി, അവരുടെ ഹാപ്പിനെസ് പോയി, അവരുടെ ലൈഫ് ഒന്നും അല്ലാണ്ടാവുന്നൊരു സിറ്റുവേഷനിലായി. സോ ഇതിനെ എങ്ങനെ തിരിച്ചെടുക്കാം, ഇതിനെ എന്ത് ചെയ്യും എന്നുള്ള അറിയാൻ പാടില്ലാത്ത ഒരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സിറ്റുവേഷൻ സെറ്റ് ചെയ്തെടുക്കാൻ അവരെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കൂടെ കടന്നു പോയപ്പോഴും അറ്റ് ദ എൻഡ് ആയപ്പോൾ നിങ്ങൾ തന്നെയല്ലേ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തെടുത്തത്, നിങ്ങൾ തന്നെയല്ലേ നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കി എടുത്തത്. സോ അതുപോലെ തന്നെ അവരും ഓക്കെ ആക്കി എടുത്തേ പറ്റത്തുള്ളൂ. അവരുടെ മനസ്സിൽ ഇപ്പോൾ അവർ ഓൾറെഡി ഒരു ഇതിലാണ് നിൽക്കുന്നത്, അവർ ഓക്കെയാണ്, എത്രയൊക്കെ പ്രശ്നം വന്നൊരു കോൺഫിഡൻസ് ആണ് ആ ഒരു പീക്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ബാക്കി എന്തും ഓക്കെ അത് ലൈഫിൻ്റെ പാർട്ടാണെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങളുടെ ഒരു കാര്യം വരുന്ന സമയത്ത് അവർ വളരെയധികം എന്താ പറയുക, ഒരു പേടിയുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് അത്രത്തോളം പ്രതീക്ഷയോടെ തിരിച്ചു വരുമ്പം നിങ്ങൾ വിട്ടിട്ട് പോകുമ്പോൾ ഇല്ലയോ എന്നുള്ളത് അതിഭയങ്കരമായിട്ടുള്ളൊരു പേടി അവരുടെ ഉള്ളിൽ നന്നായിട്ടുണ്ട്. സോ അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. തിരിച്ച് വരുന്ന ടൈമിൽ എന്തായാലും തിരിച്ച് വരില്ല എന്ന് കാണിക്കുന്നില്ല, തിരിച്ച് വരുന്നുണ്ട്. പക്ഷെ തിരിച്ച് വരുന്നത് അവർ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അതാണ് ഏറ്റവും നല്ല കാര്യം. നല്ല റിയലൈസേഷൻ കിട്ടിയിട്ട് ലൈഫിൽ നല്ല കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് തിരിച്ച് വരിക. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും വരുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ മുന്നേ ഉള്ള പേഴ്സൺ ആണോ അതോ എങ്ങനെയാണെന്ന്. റിലേഷൻഷിപ്പിലായി ഇങ്ങോട്ട് തിരിച്ച് വരികയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അക്സെപ്റ്റ് ചെയ്യാത്തവരൊക്കെ. അതർവൈസ് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഈ ഒരു പേഴ്സൺ എന്ത് മനസ്സോട് കൂടിയാണ് വന്നേക്കുന്നത് എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിലൊന്നും ഓർത്ത് വെറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹാപ്പിയായിട്ട് നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്, അവരുടെ കർമ്മഫലമാണ് അവർ അനുഭവിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ വിട്ടിട്ട് പോയതിനു ശേഷം അവർക്ക് എല്ലായിടത്തുനിന്നും തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്ന് മാത്രം ഇപ്പോൾ വിഷമിച്ചു, ആ ഒരു പേഴ്സൺ കാരണം എന്ന് മാത്രം വിഷമിച്ചിരുന്നു, അതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക്, നിങ്ങൾക്ക് വിഷമം വന്നത് ആ ഒരു പേഴ്സൺ കാരണമാണെങ്കിൽ അവർക്ക് വിഷമം വന്നത് അവർക്ക് 4 സൈഡിൽ നിന്നും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരിടത്തൊന്നും കിട്ടാത്ത തിരിച്ചുകളികൾ, ആര് ചതിക്കില്ല എന്ന് വിചാരിക്കാത്ത ആൾക്കാരിൽ നിന്ന് ചതി, ജോലിയിൽ സ്റ്റക്ക്, മനസ്സുകൊണ്ടൊരു വിഷമം, ഫാമിലി വൈസ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ്. സോ അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ ഒരിക്കലും ഒരാളുടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് കൂട്ടിയത്, അതിനുള്ളത് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് സ്നേഹത്തിനേക്കാളും ഉപരി നിങ്ങളടുത്ത് ഭയങ്കര റെസ്പെക്റ്റാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെന്ന് പറയുന്ന ഒരാൾ ഇത്ര ബോൾഡായിട്ട് നിന്നല്ലോ, എനിക്ക് അത് പോയി കഴിഞ്ഞാൽ വേറെ കിട്ടുമെന്നുള്ള അഹങ്കാരം ഞാൻ കാണിച്ചു, പക്ഷെ ലൈഫ് ഇതൊന്നുമല്ല എന്ന് എന്നെ റിയലൈസ് ചെയ്തത് ഇവനല്ലെങ്കിൽ ഇവളാണല്ലോ എന്ന അതിയായ ഒരു കുറ്റബോധം അവർക്കുള്ളിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ അവർക്ക് ഇങ്ങനെ ഒരു ഭയമൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു റീഡിംഗ് ആയിട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം. അതിന് മുന്നേ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് എന്താണ് ഏഞ്ചൽ മെസ്സേജ് എന്ന് നോക്കാം. ഏഞ്ചൽസിന് എന്താണ് നിങ്ങളോടും ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കാര്യം കൂടെ നോക്കാം. ഓക്കെ, ഇതിലിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കീ എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ച് വരികയാണെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറയില്ല. തിരിച്ചു വരുന്ന സമയത്ത് ഒരു വാക്ക് തർക്കം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നീ അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ, അതല്ല വേണ്ടത്. അവർക്ക് കിട്ടാനുള്ളതൊക്കെ അവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ സംസാരിക്കുക. മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളത് തന്നെയാണ്, അതിൽ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കുറച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളതാണെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. സോ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്കാണ് വിട്ടു തന്നിരിക്കുന്നത്. കാർഡ്സ് പോസിറ്റീവാണ്, പക്ക പോസിറ്റീവ് കാർഡ്സാണ്. ഏഞ്ചൽ മെസ്സേജസ് 3 വന്നിരിക്കുന്നത്. അല്ലാതെ അവരുടെ ഫീലിങ്സ് എടുത്തപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം വന്നു. സോ അതർവൈസ്
വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യാനുള്ളത്. നിങ്ങളുടെ ലൈഫാണ്. നിങ്ങൾക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അത് നിങ്ങൾക്കുള്ളതാണെന്ന് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്.